സൂസനുള്ള മെസ്സേജിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുന്നു. എല്ലാവരും ഓണത്തിന് തിരക്കിലാണെന്നറിയാം. എനിക്ക് ശനിയാഴ്ച ഞാനും കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. ഈ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുമ്പോഴാണല്ലോ ആൾക്കാർ തമ്മിൽ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഓണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മഹാബലി കേരളം ഭരിച്ചിട്ടില്ല എന്ന് അഭിപ്രായമുണ്ട്. കാരണം മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ 9ാമത്തെ അവതാരം കൃഷ്ണൻ, 10ാമത്തെ അവതാരം കൽക്കി, അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. ഈ വാമനനാണല്ലോ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ് ഈ പരശുരാമൻ. പരശുരാമൻ മഴു അറിഞ്ഞാണല്ലോ കേരളം ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്ന് വെച്ചാൽ ഈ 6ാമത്തെ അവതാരമായ പരശുരാമൻ മഴു അറിഞ്ഞ് കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ 5ാമത്തെ അവതാരമായ വാമനൻ ഈ മഹാബലിയെ ഇല്ലാത്ത കേരളത്തിൽ വന്ന് ചവിട്ടിത്താഴ്ത്തിയത് എന്നൊരു ചോദ്യമുണ്ട്. എന്തോലും ആയിപ്പോട്ടെ, മഹാബലി ഭരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം നല്ലൊരു ഭരണകർത്താവായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തി എന്നാണ് സങ്കല്പം. എങ്കിലും എനിക്കും മഹാബലി തമ്മിൽ ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തി. അതുപോലെ തന്നെ ഇന്നും നല്ലത് ചെയ്യുന്നവരെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാബലി തമ്പുരാൻ എല്ലാ വർഷവും വർഷത്തിലൊരിക്കൽ വരും. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന യേശു ഒരിക്കൽ വന്നു. ഇനി യേശുവിന് 2ാമത്തെ വരവുണ്ട്. ആ 2ാമത്തെ വരവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവ് എനിക്ക് പാട്ടെഴുതാൻ വേണ്ടി തന്നതാണ്. സ്വർണ്ണത്തേരിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. സ്വർണ്ണത്തേരിലാണ്. അപ്പോൾ ചോദിക്കും, സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അനേക ലോഹങ്ങളുണ്ടെങ്കിലും ഒരിക്കലും അതിൻ്റെ ശോഭ മങ്ങാത്തതാണല്ലോ. അപ്പോൾ സ്വർണ്ണത്തേരിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്വർഗം മുഴുവൻ സ്വർണ്ണമാണ്. സ്വർഗം സ്ഥിതി ചെയ്യുന്ന നഗരം എല്ലാം സ്വർണ്ണമാണ്. നമ്മളിങ്ങനെ പാടും, മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തനെറിശിലേം പൂരം എത്ര ശോഭിതം എന്നൊക്കെ പാടും. അതിൻ്റെ വെളിപാട് 21:17 വായിച്ചാൽ അറിയാം. പുതിയ എരിശിലേം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മതിലിൻ്റെ പണി തന്നെ അതുതൊട്ട് ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സ്വർണം കൊണ്ടുള്ള കാര്യങ്ങളാണ്. അമൂല്യരത്നങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ പുതിയ എരുശലേമിൻ്റെ മതിൽ തൊട്ട് പണിയുന്നത്. നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ മതിൽ പണിയാറില്ല. ഇത് മതിൽ തൊട്ട് ഭയങ്കര സ്വർണം, തങ്കം, പിന്നെ നീലരത്നം, വൈഡൂര്യം, മരതകം, മാണിക്യം, ചുവപ്പ് കല്ല്, അങ്ങനെ ഗോമേതകം, അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാം സ്വർണത്തിലാണ് സെൻട്രലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർത്താവ് വരുന്നത് സ്വർണ്ണത്തേരിലാണ് വരുന്നത്. എത്ര പേര് സ്വർണ്ണത്തേരിൽ കയറി പോകാൻ തയ്യാറായി നിൽക്കുകയാണ്? എല്ലാവർക്കും തന്നെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ യേശുവിനെ വിളിക്കാൻ പോവാം. എങ്ങനെ വിളിക്കുന്നത് ചോദിച്ചാൽ, സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. നമുക്ക് ഒത്തുചേർന്ന് വിളിച്ചാലോ? സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. അപ്പോൾ പാട്ട് കേൾക്കാം. സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. നിന്റെ ഹിതമല്ലേ ഞാൻ നിൻ വീട്ടിൽ പാർക്കുക എന്നത്, എൻ്റെ ഇഷ്ടമല്ലേ നിൻ തേരിറങ്ങുക എന്നത്. സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. നിന്റെ ഹിതമല്ലേ ഞാൻ നിൻ വീട്ടിൽ പാർക്കുക എന്നത്, എൻ്റെ ഇഷ്ടമല്ലേ നിൻ തേരിറങ്ങുക എന്നത്. സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. സൈന്യങ്ങളുണ്ടല്ലോ, കാളം മുഴക്കുവാൻ ദൂതന്മാരുണ്ടല്ലോ.
എനിക്കെത്ര ശ്രേഷ്ഠം. കാഹളം മുഴക്കുവാൻ ദൂതന്മാരുണ്ടല്ലോ, പേരു തെളിക്കുവാൻ സ്വർഗീയ സൈന്യങ്ങളുണ്ടല്ലോ. നിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഞാൻ അടിവെച്ചരികിൽ വരും. പ്രിയനേ, നിന്റെ സാമീപ്യം എനിക്കെത്ര ശ്രേഷ്ഠം. സ്വർണ്ണത്തേരിറങ്ങി വാ, സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. സ്വർണ്ണത്തേരിറങ്ങി വാ, സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. നിന്റെ ഹിതമല്ലേ ഞാൻ നിൻ വീട്ടിൽ പാർക്കുക എന്നത്, എൻ്റെ ഇഷ്ടമല്ലേ നിൻ തേരേറുക എന്നത്. സ്വർണ്ണത്തേരിറങ്ങി വാ, സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. നീ എന്നെ നിൻ വീഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകയില്ലേ, നീ എൻ്റെ മീതെ പിടിച്ച കൊടി സ്നേഹമാകില്ലേ. നീ എന്നെ നിൻ വീഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകയില്ലേ, നീ എൻ്റെ മീതെ പിടിച്ച കൊടി സ്നേഹമാകില്ലേ. നിന്നത്താഴത്തിനു നീ എന്നെ ക്ഷണിക്കുകില്ലേ, ഒരിക്കലും തീരാത്ത എൻ്റെ ദാഹം തീർക്കില്ലേ. നിന്നത്താഴത്തിനു നീ എന്നെ ക്ഷണിക്കുകില്ലേ, ഒരിക്കലും തീരാത്ത എൻ്റെ ആത്മദാഹം തീർക്കില്ലേ. സ്വർണ്ണത്തേരിറങ്ങി വാ, സ്വർണ്ണത്തേരിറങ്ങി വാ എൻ രാജാവേ. സ്വർണ്ണത്തേരിറങ്ങി വാ, സ്വർണ്ണത്തേ